നമസ്കാരം. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനികളോട് ഇന്ത്യ വിടാൻ നിർദ്ദേശിച്ചപ്പോൾ നിരവധി പേരാണ് അതിവേഗത്തിൽ പലായനം ചെയ്യേണ്ടി വന്നത്. പാക് പൗരത്വമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യ വിടണമെന്ന ഉത്തരവിന് പിന്നാലെ നിരവധി പേർ തിരികെ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതിനിടെ ചിലരുടെ അടക്കം ദേശീയ മാധ്യമങ്ങളുടെ പുറത്തു വരുന്നത് അല്പം നൊമ്പരപ്പെടുത്തുന്ന വാർത്തയുമാകുന്നുണ്ട്. ചില കുടുംബങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടാതെ തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യ ടുഡേ ഇത്തരമൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. പഞ്ചാബിലെ ഇന്ത്യ പാക് അതിർത്തിയിൽ 11-കാരി സൈനവും 8 വയസ്സുകാരൻ സെനീഷും മടങ്ങുന്നത് മാതാവില്ലാതെയാണ്. ഡൽഹിയിലുള്ള മുത്തശ്ശിയെ കാണാൻ മാതാവിനൊപ്പമാണ് പാക് പൗരത്വമുള്ള സൈനബും സെനീഷും ഇന്ത്യയിലെത്തിയത്. മാതാവിന്റെ പക്കൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാം മാറിമറിഞ്ഞു. പഹൽഗാമിൽ ഭീകരർ ആക്രമണം നടത്തിയതിന് പിന്നാലെ രാജ്യം ശക്തമായ നടപടികളിലേക്ക് കടന്നു. പാക് പൗരത്വമുള്ളവർ രാജ്യം വിട്ടുപോകണമെന്ന ഉത്തരവിറക്കി. ഇതിനെ തുടർന്നാണ് ഇരു കുട്ടികൾക്കും ഇന്ത്യ വിടേണ്ടി വന്നത്. അതേസമയം ഇന്ത്യൻ പൗരത്വമുള്ള മാതാവിന് ഇവരോടൊപ്പമുള്ള യാത്രയ്ക്ക് അനുമതിയില്ലെന്നും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഹൃദയം തകർന്നതുപോലെയാണെന്നും സൈനബ് ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട ഭീകരവാദികളെ കഠിന ശിക്ഷകൾക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞ 11-കാരി തങ്ങളെപ്പോലുള്ള നിരപരാധികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന സന്ദേശവും നൽകി. സമാന രീതിയിൽ മറ്റ് 2 കുടുംബങ്ങളും പ്രതിസന്ധിയിലകപ്പെട്ടതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മാസം ഇന്ത്യയിലെത്തിയ മുഹമ്മദ് ഇർഫാനും കുടുംബവുമാണ് പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു കുടുംബം. ഇർഫാന്റെ ഭാര്യ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ളയാളാണ്. എന്നാൽ മകനും ഇർഫാനും പാക് പൗരന്മാരാണ്. ഇർഫാനും മടങ്ങുന്നത് ഭാര്യ നബീലയെ കൂടെ കൂട്ടാതെയാണ്. ഭീകരവാദികൾ തങ്ങളുടെ കുടുംബത്തെ നശിപ്പിച്ചെന്നും ശക്തമായ നടപടി വേണമെന്നും ഇർഫാൻ പറഞ്ഞു. ഭാര്യയും മകളുമായി എത്തിയ ഇമ്രാൻ എന്നയാളും സമാന പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലേക്ക് മടങ്ങണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അഠാരി വാഗ അതിർത്തിയിലൂടെ മടങ്ങിയത് 100 കണക്കിന് പാകിസ്ഥാനികൾ. അതിവൈകാരിക രംഗങ്ങൾക്കാണ് അതിർത്തി സാക്ഷ്യം വഹിച്ചത്. അഠാരി വാഗ അതിർത്തി വഴി വെള്ളിയാഴ്ച മുതൽ 3 ദിവസത്തിനിടെ ഇന്ത്യ വിട്ടത് 509-ലധികം പാകിസ്ഥാനികളാണ്. ഹ്രസ്വകാല വിസയിലെത്തിയ പാകിസ്ഥാനികൾക്ക് ഇന്ത്യ വിടാനുള്ള സമയപരിധി ഞായറാഴ്ച അവസാനിക്കിരിക്കെയാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 745 ഇന്ത്യക്കാരും പാകിസ്ഥാനിൽ നിന്നും മടങ്ങിയെത്തി. 14 നയതന്ത്ര ഉദ്യോഗസ്ഥരടക്കമുള്ള ഇന്ത്യക്കാരാണ് അഠാരി വാഗ അതിർത്തി വഴി തിരിച്ചെത്തിയത്. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് പാക് പൗരന്മാർ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. സാർക്ക് വിസയുള്ളവർ ഏപ്രിൽ 26-നകം രാജ്യം വിടണമെന്നായിരുന്നു നിർദ്ദേശം. ബിസിനസ്സുകാർ, ചലച്ചിത്ര പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ തുടങ്ങി ഹ്രസ്വകാല വിസയിലെത്തിയവർക്ക് ഏപ്രിൽ 27 ഞായറാഴ്ച വരെ സമയപരിധി ഉണ്ടായിരുന്നു. മെഡിക്കൽ വിസയിൽ ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർ ഏപ്രിൽ 29-നകം ഇന്ത്യ വിടണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ദീർഘകാല വിസയുള്ളവർക്കും നയതന്ത്ര വിസയുള്ളവർക്കും രാജ്യം വിടാനുള്ള ഉത്തരവ് ബാധകമല്ലെന്നും സർക്കാർ അറിയിച്ചിരുന്നു. ഏപ്രിൽ 27-ന് ശേഷവും ഹ്രസ്വകാല വിസയുള്ള പാകിസ്ഥാനികൾ ഇന്ത്യയിൽ തങ്ങിയാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവർക്ക് തടവും 3 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷയെ ലഭിച്ചേക്കും.